ഓക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോകളൊക്കെ കണ്ടവർക്ക് എന്തായാലും മനസ്സിലാവും കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ സോംബി വൈറസുകളൊക്കെ ഏറ്റേക്കാണ് കേസ്. ഓക്കെ, എന്ത് ചെയ്യാനല്ലേ കേസ്, നമ്മുടെ ഫ്രാങ്ക്ലിനുകളൊക്കെ എന്തായാലും അല്ലേ സോംബിയുടെ വൈറസുകളൊക്കെ ഏറ്റേക്കാണ് കേട്ടോ. വേറെ ഒന്നുമല്ലേ, നമ്മുടെ സിറ്റിയിലാണെങ്കിൽ സോംബി അറ്റാക്ക് നടന്നു. ഓക്കെ, സോംബി അറ്റാക്കുകളൊക്കെ നടന്നപ്പോൾ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിനെ ഷിൻജാനെ പിഞ്ചാനെ കൊണ്ട് വെളിയിൽ പോയിട്ട് നമ്മുടെ ഗ്രാനി ടൈഗർ ആരും ഇല്ലേ, അവരൊക്കെ നമ്മുടെ ഗ്രാനിയുടെ ഏതോ സ്ഥലത്ത് പോയേക്കാണ് കേട്ടോ. ഓക്കെ, ഷിൻജാനും പിഞ്ചാനും മാത്രമേ നമ്മളോട് ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കറങ്ങാനായിട്ടൊന്ന് ചുമ്മാ പോയതാണ് കേസൊക്കെ. നമ്മുടെ നമുക്ക് സ്വന്തമായിട്ടൊരു പ്ലെയിനുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ. ആ പ്ലെയിൻ എടുത്തുകൊണ്ട് എങ്ങനെയാണെങ്കിലും കറങ്ങാൻ പോയാലെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോയതാണ്. ഓക്കെ, പക്ഷെ ആ സമയത്ത് നമ്മുടെ സിറ്റി മൊത്തത്തിൽ നല്ല സോംബികൾ കണക്കായിരുന്നു കേട്ടോ. ഇപ്പോഴും സോംബികളും ഉണ്ട് കേട്ടോ, അത് വേറെ കേസാണ് കേട്ടോ. നമ്മൾ പിന്നെ വീട്ടിലിവിടെ ഒളിച്ചിരിക്കുകയാണ് കേട്ടോ. ഫുള്ള് കാലാവസ്ഥ മാറിയേക്കാണ് കേട്ടോ. ഒന്നും തന്നെ എന്തായാലും ഇവിടെ സംഭവിക്കണില്ല ഇതൊക്കെ. ഈ സോംബികളൊക്കെ എങ്ങനെ ഇപ്പോൾ തകർക്കാമെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിന് ഇനി അധികകാലം നിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കേസൊക്കെ. ഏകദേശം ഫ്രാങ്ക്ലിൻ്റെ വെടി തീരാറായി കേസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഏകദേശം ഡെഡ് ആവറായി കേസൊക്കെ. നമ്മുടെ സോംബികൾക്കൊന്നും അധികകാലം ജീവിക്കാൻ പറ്റൂല കേസൊക്കെ. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഡെഡ് ആവാറായി കേസൊക്കെ. അതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് പഴയതുപോലെ ആയില്ലെങ്കിൽ ശരിയാവില്ല ഇതൊക്കെ. നമുക്ക് എങ്ങനെ ഫസ്റ്റ് നമ്മുടെ സിറ്റി നമുക്ക് സോംബികളിൽ നിന്ന് എന്തെല്ലാം രക്ഷിക്കണം ഇതൊക്കെ. അല്ലേടാ ഷിൻജാനെ പിഞ്ചാനെ? ഫ്രാങ്ക്ലി ചേട്ടാ, എന്നാലും ഫ്രാങ്ക്ലി ചേട്ടൻ ഈ ഒരു അവസ്ഥ ഒരു നമ്മൾ ഒട്ടും വിചാരിച്ചില്ല കേട്ടാ. ഫ്രാങ്ക്ലി ചേട്ടൻ കംപ്ലീറ്റ്ലി ഒരു സോംബിയെ മാറി. ആടാ ഷിൻജാനെ, ഇനിയിപ്പോൾ ഒരാൾക്ക് മാത്രമേ നമ്മുടെ സിറ്റി രക്ഷിക്കാൻ പറ്റൂ. അത് വേറെ അല്ല, അത് നമ്മുടെ സൂപ്പർമാനാണ്. സൂപ്പർമാൻ സൂപ്പർമാനാ? ഓ, സൂപ്പർമാനെ കൊണ്ട് നമ്മുടെ സിറ്റിയെ രക്ഷിക്കാൻ പറ്റല്ലേ? ആടാ ഷിൻജാനെ, പിന്നെ സൂപ്പർമാന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? ഫ്രാങ്ക്ലി ചേട്ടാ. ഓക്കെ ഗൈസ്, ഞാനാണ് കേട്ടാ, സൂപ്പർമാനാണ് കേസൊക്കെ. ഞാൻ സൂപ്പർമാനാണ് കേസൊക്കെ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും കേസൊക്കെ. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ കണക്കെ എന്തായാലും വന്നേക്കാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, ഫ്രാങ്ക്ലിൻ. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേസൊക്കെ. അപ്പം എന്തായാലും എന്താണ് ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ചാലല്ലേ, നമ്മുടെ ഈ ഒരു ഇന്ത്യയിൽ കണക്ക് എന്തായാലും സോംബി വൈറസ് കണക്കെ എന്തായാലും വന്നേക്കാണ് കേട്ടോ. ഓക്കെ, സോംബി വൈറസ് വന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇല്ലേ, ഫ്രാങ്ക്ലിൻ. ഓക്കെ, ഫ്രാങ്ക്ലിനാണെങ്കിൽ സോംബി വൈറസ് കണക്കെ ഏറ്റവും ഓക്കെ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവൻ എന്തായാലും കംപ്ലീറ്റ്ലി ഒരു സോംബിയായി മാറി. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് എന്തായാലും എങ്ങനെയെങ്കിലൊക്കെ ഈ സോംബി വൈറസിനൊന്ന് മൊത്തത്തിലൊന്ന് കളയണം കേസ്. ഓക്കെ, അല്ലാതെ ശരിയാവത്തില്ല. അല്ലാതെ നമ്മുടെ ഫ്രാങ്ക്ലിന് ഇനി പഴയതുപോലെ രക്ഷപ്പെടാനായിട്ട് പറ്റൂല കേസ്. ഇനി അവൻ കുറച്ച് ദിവസം കൂടെ ജീവിച്ചിരിക്കും കേസ്. അതിന് മുമ്പ് നമുക്ക് അവനെ പഴയതുപോലെ എന്തായാലും ആക്കണം കേസ്. ഓക്കെ, അവൻ്റെ ബോഡിയിലുള്ള പവറുകളൊക്കെ എന്തായാലും ഉണ്ട് കേട്ടോ, അത് കറക്റ്റായിട്ട് നേരിടാനുള്ള. ഓക്കെ, പക്ഷേ അത്രയ്ക്കൊന്നും അവനെ കൊണ്ട് ആ പവർ ഇട്ട് പിടിച്ചിരിക്കാൻ പറ്റൂല കേസ്. ഓക്കെ, എന്തായാലും ഏകദേശം അവൻ്റെ കാര്യത്തിൽ തീരുമാനം ആവാറായിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ഈ സോംബികളെല്ലാത്തിനും നമുക്ക് നമ്മുടെ ലേസറിട്ട് അടിച്ച് കൊല്ലാൻ പറ്റൂല ഇതൊക്കെ. വേറെ എന്തെങ്കിലും രീതി ചെയ്തേ പറ്റുമോ ഇതൊക്കെ, അല്ലാതെ നമുക്ക് ഈ ഒരു സോംബികളെ കൊല്ലാൻ പറ്റൂല ഇതൊക്കെ. നമുക്ക് എന്തായാലും നോക്കാം കേട്ടാ. പക്ഷെ എൻ്റെ മോൻ ഇവിടെ ഇപ്പം സോംബികൾ എന്നെ നല്ല രീതിയിൽ ആക്രമിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ഒരിക്കലും സോംബി ആവില്ല ഇതൊക്കെ. ഇവിടെ പിന്നെ ഉണ്ട് ഒരു കാറൊക്കെ കിടപ്പുണ്ട് കേട്ടോ. എൻ്റെ മോൻ ആ കാർ നമ്മുടെ ലേസർ അടിച്ച് പൊട്ടിത്തെറിച്ചേട്ടാ. ഇവിടെ ഒറ്റ വണ്ടികളോ മനുഷ്യരാരും ഇല്ല, എല്ലാവരും സോംബി ആയി കാണാം കേട്ടോ. നമുക്കിതിൻ്റെയൊക്കെ ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കുന്ന കേസൊക്കെ. ഈ ഏതാണ് സോംബികളിൽ എല്ലാവരെയും മനുഷ്യനാക്കണ ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കണം കേസൊക്കെ. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിനെയും കൂടെ എന്തായാലും പഴയതുപോലെ ആക്കാനായിട്ട് കേട്ടോ, അല്ലാതെ ശരിയാവത്തില്ല കേട്ടോ. ഓക്കെ, നമ്മളെന്തായാലും ഇവിടെ ഇപ്പം എന്തായാലും നമ്മുടെ ഹൾക്കിൻ്റെ അടുത്ത് കണക്ക് എത്തിയേക്കാണ് കേട്ടോ. ഓക്കെ, നമ്മുടെ ഈ ഒരു വില്ലേജിലാണ് കേട്ടോ നമ്മുടെ ഹൾക്ക് കണക്ക് ഇപ്പോൾ തൽക്കാലത്തേക്ക് താമസിക്കണം വെച്ചാൽ കേട്ടോ. ഞാൻ എന്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമോ? നമ്മുടെ ഫ്രാങ്ക്ലിൻ അല്ലേ, ഫ്രാങ്ക്ലിൻ. ഓക്കെ, ഫ്രാങ്ക്ലിനും പിന്നെ ഈ റോട്ടിൽ കൂടെ പോണ എല്ലാവരുടെയും പഴയ രൂപം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളെന്തായാലും അങ്ങനെ ചെയ്യണം വെച്ചാൽ. ഇവരെല്ലാവരും സോംബിയായി മാറിയേക്കാണ് കേട്ടോ. ഓക്കെ, സോംബിന്ന് പഴയതുപോലെ ഇവരെ മനുഷ്യനിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് എന്തായാലും ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കണം കേസ്. അത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നു വെച്ചാൽ കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ ഹൾക്കിനെ ഒന്ന് കാണാം കേസ്. എന്നിട്ട് ആൻറ്റിഡോട്ടൊന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് അവൻ്റെ കൂടെ ഒന്ന് ചോദിച്ചോക്കാം കേസ്. ഇതാണ് ഹൾക്കിൻ്റെ വീടെന്ന് വെച്ചാൽ കേട്ടോ. ഓക്കെ, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഫൈനലി നമ്മളെന്തായാലും ഇല്ല ആ ഒരു ആൻറ്റിഡോട്ട് ഉണ്ടാക്കിയിട്ടെ. ഏകദേശം 3 ദിവസം എടുത്ത് കേസ് ആ ഒരു ആൻറ്റിഡോട്ട് ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, ഞാൻ പിന്നെ സൂപ്പർമാനാണ്, എനിക്ക് എപ്പോഴും എല്ലാവരും ലേസറിട്ട് അടിച്ച് തീർക്കാൻ പറ്റൂല ഇതൊക്കെ. ഭയങ്കര പാടാണ് ഇതൊക്കെ. ഒറ്റയടിക്ക് തന്നെ എല്ലാ എണ്ണത്തിനെ പഴയതുപോലെ ആക്കണമെങ്കിൽ നമുക്ക് ഈ ആൻറ്റിഡോട്ട് കണ്ടുപിടിക്കണം ഇതൊക്കെ. ഫൈനലി നമ്മളെന്തായാലും ആൻറ്റിഡോട്ട് കണ്ടുപിടിച്ചിട്ട് എന്തായാലും ഉണ്ട് കേട്ടോ. ഓക്കെ, ആദ്യം തന്നെ നമുക്ക് എന്തായാലും ഇല്ലേ നമ്മുടെ ഈ ഒരു ആൾക്കാരെല്ലാവരെയും പഴയതുപോലെ ആക്കാം ഇതൊക്കെ. എന്തായാലും നമുക്ക് ഈ ഒരു ആൾക്കാരെല്ലാവരെയും നമുക്ക് എന്തായാലും പഴയതുപോലെ നമുക്ക് ആക്കാം ഗൈസ്. എന്നിട്ട് നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിനെ കൂടെ എന്തായാലും പഴയതുപോലെ ആക്കാം ഗൈസ്. ഓക്കെ, അങ്ങനെ ഫൈനലി ഗൈസ് ദിവസങ്ങൾക്കും ഇതൊക്കെ ശേഷം
ഫൈനലി നമ്മുടെ ഈ ഒരു ഇന്ത്യ കംപ്ലീറ്റ്ലി നേരെ ആയിക്കാണ് കേട്ടോ. എല്ലാവരും സോംബികളിൽ നിന്ന് പഴയ മനുഷ്യന്മാരായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എല്ലാവരുടെയും കണ്ട വണ്ടികളൊക്കെ വെച്ചിട്ടുണ്ട്, വെളിയിൽ ഇപ്പം കറങ്ങി നടക്കാനുണ്ട് എല്ലാവരും. ഓക്കെ, സോംബി എന്നുള്ള സംഭവം വന്ന കാര്യം പോലും എല്ലാവരും മറന്നു വയസ്സുണ്ട്. സോംബി വൈറസ് ഉണ്ടെന്ന് പോലും കണ്ട് ഇപ്പോൾ തോന്നല്ലേ. ഇതൊക്കെ ഞാൻ എൻ്റെ സെൻസർ ഇട്ടുണ്ട് ചെക്ക് ചെയ്യണം ഈ ഏരിയയിലൊക്കെ. ഇവിടെ കാറൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, നമുക്ക് നമ്മുടെ സെൻസർ ഇട്ടില്ല, മൊത്തം ചെക്ക് ചെയ്യാനും പറ്റും കേട്ടോ. ഓക്കെ, എവിടെന്നെങ്കിലും സോംബി ഒളിച്ചിരിക്കണമെങ്കിൽ അവരെല്ലാത്തിനെയും ഞാൻ തീർത്തോളാം. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും നമ്മുടെ ഈ ഒരു ഏതാണ് ലേസർ വെച്ച് അടിച്ചിടാം. അല്ലെങ്കിൽ നമുക്ക് ആൻറ്റിഡോട്ട്, ആൻറ്റിഡോട്ടിൻ്റെ കാര്യം പറയപ്പോഴാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഗൈസ്. നൈസായിട്ട് വേറൊരു പണി കൂടെ കിട്ടി കേട്ടാ. നമുക്ക് നമ്മുടെ ഫ്രാങ്ക്ലിനെ രക്ഷിക്കാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, എന്താണ് സംഭവം എന്ന് വെച്ചാലില്ലേ, നമ്മുടെ ആൻറ്റിഡോട്ട് നൈസായിട്ട് തീർന്നു പോയി ഗൈസ്. ഓക്കെ, അതുകൊണ്ട് തന്നെയായിട്ട് നമ്മുടെ ഫ്രാങ്ക്ലിനെ നമുക്ക് രക്ഷിക്കാൻ പറ്റൂല ഗൈസ്. ഓക്കെ, ഇനി ആ ഒരു ആൻറ്റിഡോട്ട് നമുക്ക് ഉണ്ടാക്കാനും പറ്റൂല ഗൈസ്. ഓക്കെ, അതുകൊണ്ട് നമുക്കിനിയിപ്പം ഫ്രാങ്ക്ലിനെ രക്ഷിക്കാൻ പറ്റൂല ഗൈസ്. ഓക്കെ, ഫ്രാങ്ക്ലിനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചേ പറ്റൂ, അല്ലാതെ ശരിയാവത്തില്ല കേട്ടോ. അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം കൊണ്ട് നമുക്ക് ഫ്രാങ്ക്ലിനെ പഴയപോലെ മെൻഷനാക്കണം കേസ്. ഓക്കെ, അല്ലെങ്കിൽ അവൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആവും കേസ്. ഓക്കെ, അവ എപ്പോഴും സോംബിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ ആൻറ്റിഡോട്ടിൻ്റെ കാര്യം മറന്നു കേസ്. ഓക്കെ, ആ സാധനം കംപ്ലീറ്റ്ലി തീർന്നു കേസ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ജനങ്ങൾക്ക് പോലും കുറച്ചേർക്ക് സാധനം തികങ്ങില്ല കേസ്. ഓക്കെ, ബാക്കിയൊന്നും എല്ലാവരെയും ഞാൻ കൊന്നു കളഞ്ഞു. പക്ഷെ എനിക്ക് ഫ്രാങ്ക്ലിനെ ഒരിക്കലും കൊല്ലാൻ പറ്റില്ല കേസ്. ഓക്കെ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫ്രാങ്ക്ലിനെ വേറെ രീതിയിൽ എന്തെങ്കിലും ചെയ്ത് നമുക്ക് രക്ഷിക്കണം കേസ്, അല്ലാതെ ശരിയാവത്തില്ല കേട്ടോ. ഓക്കെ, പാവമാണ് കേട്ടോ അവനെന്ന് വെച്ചാൽ കേട്ടാ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്ര ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ. ഓക്കെ, ഈ ഒരു സോംബി സീരീസ് ഇവിടെ വെച്ചൊന്നും തീരുന്നില്ല ഗൈസ്. ഓക്കെ, നമ്മുടെ ഫ്രാങ്ക്ലിനെ പഴയതുപോലെ മെൻഷൻ ആക്കണ ഒരു വീഡിയോ കൂടി ഇനി എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ഗൈസ്. ഓക്കെ, അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോ വീണ്ടും വരുന്നതാണ്. എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് എല്ലാം തന്നെ ഇപ്പോൾ തന്നെ എന്തായാലും ചെയ്തെന്തായാലും വെക്കാം കേട്ടോ. ഓക്കെ, ഞാൻ വീണ്ടും പുതിയ അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതാണ് ഗൈസ്. ഓക്കെ, അപ്പം പുതിയൊരു കിട്ടുന്ന വീഡിയോ വീണ്ടും വരുന്നതാണ്. എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.